ഈ കുറഞ്ഞകാല ജീവിതത്തിൽ അള്ളാഹുവിൽ ക്ഷമിച്ചുകൊണ്ട്, അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചുകൊണ്ട് സാലിഹായ അഅമാലുകൾ ചെയ്യുകയും ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് കൊടുക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സ്വബറു. അവർ ദുനിയാവിൽ സബർ ചെയ്ത് ജീവിച്ചതിൻ്റെ പേരിൽ, ക്ഷമിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ നാളെ സ്വർഗത്തിലുള്ള ഉയർന്ന മണിമാളിക പ്രതിഫലമായി അവർക്ക് നൽകപ്പെടുമെന്നാണ്. മാത്രമല്ല, അവരെ വരവേൽക്കാൻ വേണ്ടി മലക്കുകൾ ആ സ്വർഗത്തിൽ സമാധാനത്തിൻ്റെയും സലാമിൻ്റെയും തഹയ്യത്തുകൾ അവരെ പറഞ്ഞു കേൾപ്പിക്കുമെന്നാണ്. ഖാലിദീന ഫീഹ, അങ്ങനെ ടെൻഷനില്ലാത്ത സമാധാനം മാത്രമുള്ള ആ സ്വർഗലോകത്ത് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാതെ സ്വബറിൻ്റെ പേരിൽ, ക്ഷമിച്ചതിൻ്റെ പേരിൽ അവർ കാലാകാലം ആ സ്വർഗത്തിൽ തന്നെ വസിക്കുമെന്നാണ്. ഹസുനത്ത് മുസ്തഖറൻ വ മുഖാമ. ഈ ലോകത്തെ വലിയ കൊട്ടാരങ്ങളേക്കാൾ, ഈ ലോകത്തെ പച്ചപ്പിനേക്കാൾ, ഈ ലോകത്തെ ആർഭാടപൂർണമായ ജീവിത സൗകര്യങ്ങളേക്കാൾ എത്രയോ നല്ലതാണ് സ്വർഗത്തിലെ പാർപ്പിടം, സ്വർഗത്തിലെ കൊട്ടാരം, സ്വർഗത്തിലെ വീട്. അള്ളാഹു നമുക്കെല്ലാവർക്കും അത് നസീബാക്കുമാറാകട്ടെ. സൂറത്തുർ റഅദിൽ അള്ളാഹു പറയുന്നുണ്ട്, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മലക്കുകൾ എല്ലാ വാതിൽ കൂടി അവരെ വരവേൽക്കും. സലാമുൻ അലൈക്കും ബിമാ സ്വബർതും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ജീവിച്ചില്ലേ, സ്വബർ ചെയ്തുകൊണ്ട് ജീവിച്ചില്ലേ, അനുസരിച്ചില്ലേ, ഫനിഅമ ഉഖ്ബദ്ദാർ, ഇതാ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല മടക്ക സ്ഥലമാണ് സ്വർഗമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ സ്വർഗാവകാശികളായ ആളുകളെ, ഭാഗ്യവാന്മാരെ അള്ളാഹു വരവേൽക്കുമെന്നാണ്. സ്വർഗമെന്ന് പറയുന്നത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിബിതങ്ങൾ പറഞ്ഞു, നമുക്ക് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗം നിറക്കപ്പെട്ടിരിക്കുന്നത്. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പരിശോധിച്ചാൽ അത് ചെയ്യാൻ പ്രയാസമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ പ്രയാസമുണ്ട്, വെറുപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ മനസ്സെപ്പോഴും ആഗ്രഹിക്കുക അതൊന്നുമില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണ്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലോ വഹുഫത്തിന്നാറു ബിശഹവാത്ത്, അങ്ങനെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് നരകം നിറക്കപ്പെട്ടത്. അഥവാ അങ്ങനെ ജീവിക്കുന്നവരെ കൊണ്ടാണ് നരകത്തെ അള്ളാഹു തആല നിറക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അങ്ങനെയുള്ള ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമയെക്കുറിച്ച്, സ്വബറിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 3 തരത്തിലുള്ള സ്വബറുണ്ട്. സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ. ഒന്ന് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ക്ഷമിക്കുക. അള്ളാഹു നമുക്ക് മുസീബത്തുകൾ തരുമ്പോൾ, പരീക്ഷണങ്ങൾ തരുമ്പോൾ, രോഗമായിട്ട് മറ്റുള്ളതായിട്ട് അതിൽ ക്ഷമിക്കുക. കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ചിരുന്നു. രണ്ടാമതായി സ്വാലിഹായ അമലുകൾ ചെയ്യാനുള്ള ക്ഷമ. ദീൻ പഠിക്കാൻ അത് ക്ഷമ വേണം, സ്വബർ വേണം. അത് ജീവിതത്തിൽ പകർത്താൻ സ്വബർ വേണം. മൂന്നാമതായി ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വബർ, ക്ഷമ. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമയെക്കുറിച്ച് നല്ലൊരു ഉദാഹരണം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ, നല്ലൊരു മാതൃകാ പുരുഷനെ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, വറാവദതുഹുല്ലതി ഹുവ ഫീ ബൈതിഹ. അവിടുത്തെ രാജ്ഞി സുമുഖനായ യുവാവായ യൂസുഫ് നബിയെ വശീകരിച്ചു മോശമായ പ്രവൃത്തിയിലേക്ക്. അൻ നഫ്സിഹി. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ശരീരവും സൗന്ദര്യവും കണ്ടുകൊണ്ടാണ് തൻ്റെ കാമവും സ്നേഹവും എല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി ക്ഷണിച്ചത്. വഗല്ലഖത്തിൽ അബ്വാബ്. തൻ്റെ
ഇംഗിതം, ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ആ രാജ്ഞി കൊട്ടാരത്തിലെ വാതിലുകളൊക്കെ അടച്ചു. വഖാലത്ത്, ഖുർആൻ പറയാണ്, ആ രാജ്ഞി യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു എന്നാണ്, ഹൈതലക് വാ, തിന്മകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന, വശീകരിക്കുന്ന രീതിയിൽ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് പറയുന്ന വാക്കാണ് ഹൈതലക് വാ. ഖാല മഅദല്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാം ആ സമയത്ത് അള്ളാഹുവിനോട് കാവൽ തേടുന്നുണ്ട്. അള്ളാഹുവേ, ഈ വലിയ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, അത് ഈ കൊട്ടാരത്തിൻ്റെ രാജാവാണെങ്കിലും എന്നെ സൃഷ്ടിച്ച റബ്ബാണെങ്കിലും എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ ഒരുക്കി തന്നവനാണ്. ഒരിക്കലും ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുതലാളിയോട്, രാജാവിനോട് അക്രമം കാണിക്കുന്നവനാകും, എൻ്റെ സൃഷ്ടാവായ റബ്ബിനോടും അക്രമം കാണിക്കുന്നവനാകും. ഒരിക്കലും അങ്ങനെ അക്രമം കാണിക്കുന്നവരായ ആളുകൾ വിജയിക്കുകയില്ല. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മോശമായതിലേക്ക് പ്രേരിപ്പിക്കുകയും അത് ആ തെറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. സാഹചര്യം ഖുർആൻ ഇങ്ങനെ ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു പോകുന്നതും ഓടുന്നതും വാതിൽ തുറക്കുന്നതുമൊക്കെ തുടർന്നുള്ളതൊക്കെ വിശാലമായിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മദാരിജുസ് സാലിക്കിൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ ഒരു നഖല് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എടുത്തുകൊണ്ട് പറയുന്നുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുല്ല പറയാണ്, കാന സബ്റു യൂസുഫ് അലാ മുതാവഅത്തി ഇംറഅത്തിൽ അസീസ് അലാ ശഅനിഹാ അക്മല മിൻ സബ്രിഹി. യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ, താൻ ഒരു അടിമയായി മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ക്ഷമിച്ചത്, സബർ ചെയ്തത് ആ നാട്ടിലെ ഈജിപ്തിലെ അവിടെയുള്ള രാജ്ഞി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തെറ്റിലേക്ക് ക്ഷണിച്ചപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം കാണിച്ച ക്ഷമയാണ് എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ല പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടത്, അവിടെ നിന്നും മാർക്കറ്റിൽ അടിമയായി വിൽക്കപ്പെട്ടത്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം അതിൽ നിർബന്ധിതനായിരുന്നു. സഹോദരന്മാരാണ് വലിച്ചെറിഞ്ഞത്. അവിടെയുള്ള ഒരു യാത്രാ സംഘമാണ് ഈജിപ്തിലെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റത്. അദ്ദേഹത്തിന് അവിടെ ക്ഷമിക്കലല്ലാതെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. അഥവാ നാം കഴിഞ്ഞ ആഴ്ചകളിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജീവിതത്തിൽ ഉണ്ടായ പരീക്ഷണങ്ങളെ കുറിച്ചായിരുന്നു സൂചിപ്പിച്ചത്. പക്ഷേ ആ പരീക്ഷണങ്ങളിൽ, ആ മുസീബത്തുകളിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ക്ഷമിച്ചു. പക്ഷെ അതിനേക്കാളും കടുപ്പപ്പെട്ട ക്ഷമയായിരുന്നു, വലിയ പരീക്ഷണമായിരുന്നു ആ രാജ്ഞിയിൽ നിന്നും, സുലൈഖയിൽ നിന്നും യൂസുഫ് നബി അലൈഹി ഇസ്ലാം നേരിട്ടത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ക്ഷമിച്ചതാണ്. ഞാൻ കിണറ്റിലായതുകൊണ്ട് ക്ഷമിക്കലല്ലാതെ വേറെ വഴിയില്ല, ഞാൻ അടിമയായി വിൽക്കപ്പെട്ടതുകൊണ്ട് അവിടെയും ക്ഷമിക്കലല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള തരത്തിലല്ല, മറിച്ച് എനിക്ക് ഈ തെറ്റ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആ സമയത്ത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഈ പാപത്തിൽ നിന്നും ഹറാമിൽ നിന്നും മാറി നിന്നുകൊണ്ട് ക്ഷമിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇബ്നു തൈമിയ റഹ്മഹുല്ല പറയാണ്, എല്ലാ സാഹചര്യങ്ങളും വലാ സിയ്യമാ മഅൽ അസ്ബാബ് അല്ലതി തഖ്വ മഅഹാ ദവാഇൽ മുവാഫഖ, തെറ്റുകൾ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ സാഹചര്യങ്ങൾ? ഫഇന്നഹു കാന ശാബ്ബൻ, അദ്ദേഹം നല്ല യുവാവായിരുന്നു, രക്തത്തിളപ്പുള്ള സമയമാണ്. വദാഇയതു ശബാബി ഇലൈഹ ഖവിയ്യ, അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റുകളിലേക്ക് ഈ സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ പ്രകൃതി, ഫിത്രത്ത് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് വഹമ്മ ബിഹ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനും ആഗ്രഹം വന്നു എന്നാണ്. ഫഇന്നഹു കാന ശാബൻ, അതുപോലെ തന്നെ വഅസബൻ, ആ ഒരു സുഖം യൂസുഫ് നബി അലൈഹി ഇസ്ലാം അനുഭവിച്ചിട്ടില്ല. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, അവിവാഹിതനായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായിരിക്കുമെന്ന് ആ സുഖം അനുഭവിക്കാൻ ഏതൊരു യുവാവും ആഗ്രഹിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാരണം വഗരീബൻ, അദ്ദേഹം ആ നാട്ടുകാരനല്ല, ആ നാട്ടിൽ അദ്ദേഹത്തെ പരിചയമുള്ള ആളില്ല, അദ്ദേഹം വേറൊരു നാട്ടിൽ നിന്നും വന്നതാ. അതുകൊണ്ട് തന്നെ
പരിചയക്കാർക്കിടയിൽ പിടിക്കപ്പെട്ടാൽ പോലും നാണക്കേടുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം ഞാൻ ഈ നാട്ടിലൊരു അടിമയാണ്, അപരിചിതനാണ്. അതുകൊണ്ട് തന്നെ അപരിചിതത്വത്തിന്റെ പേരിൽ എല്ലാ ഹയാവും ലജ്ജയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. കാരണം അറിയുന്ന ആരുമില്ല. അടുത്ത കാരണം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, വമംലൂക്കൻ, യൂസുഫ് അലൈഹിസ്സലാം അടിമയായിരുന്നു. അടിമ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. തൻ്റെ മാലിക്, രാജ്ഞി, രാജാവ് എന്ത് പറഞ്ഞോ അതങ്ങനെ തന്നെ അനുസരിക്കണം. മറുഭാഗത്ത് വൽ മർഅതു ജമീല, അവിടുത്തെ രാജ്ഞി നല്ല സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്, വദാതു മൻസിബിൻ, നല്ല കുലീന സ്ത്രീയായിരുന്നു, വലിയ തറവാടിയായിരുന്നു, ആ രാജ്യത്തെ രാജാവിന്റെ പത്നിയായിരുന്നു. വഹിയ സയ്യിദത്തുഹു, അത് ഈ അടിമയായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുതലാളിയും കൂടിയായിരുന്നു. വഖദ് ഗാബ റഖീബ്, നിരീക്ഷകന്മാരായി കാവൽക്കാരാരുമില്ല, എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. വഹിയ ദാഇയതു ലഹു ഇലാ നഫ്സിഹ, മാത്രമല്ല യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങോട്ട് പോയിട്ടല്ല ആഗ്രഹിക്കുന്നത്. ഇത്രയും സൗന്ദര്യവും കുലീനതയും അതുപോലെ തന്നെ ആ രാജ്യത്തെ രാജ്ഞിയും തൻ്റെ മാലിക്കുമായ ഒരു സ്ത്രീ തന്നെ തെറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങോട്ടാണ് ഞാൻ ക്ഷണിക്കപ്പെടുന്നത്. വൽ ഹരീസതു അലാ ദാലിക അശദ്ദൽ ഹിർസ്, സുലൈഖയാണെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിട്ടാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. കൂട്ടുകാരികൾ പോലും കളിയാക്കിയപ്പോഴും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വരുത്തിക്കുകയും തൻ്റെ കൂട്ടുകാരികൾക്ക് കത്തിയും ആപ്പിളുകളും കൊടുക്കുകയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് സുലൈഖയുടെ കൂട്ടുകാരികൾ കൈമുറിക്കുകയും ചെയ്ത സംഭവം സൂറത്ത് യൂസുഫിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടാണ് സുലൈഖ പറയുന്നത്, ഈ ഒരാൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു തെറ്റിന് വേണ്ടി വശീകരിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ആ കൂട്ടുകാരികളും സമ്മതിക്കുകയാണ്, ശരിയാണ്. കാരണം അത്രക്കും സൗന്ദര്യമുണ്ടായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിന്. വമഅ ദാലിക, അതോടുകൂടി തന്നെ ആ രാജ്ഞി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പേടിപ്പിച്ചു എന്നാ. ആദ്യം ക്ഷണിച്ചു, പിന്നീട് പേടിപ്പിച്ചു. എൻ്റെ ആഗ്രഹത്തിന് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ, എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തന്നിട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ ജയിലിലിടും, ആളുകളോട് നിന്നെക്കുറിച്ച് മോശമായത് ഞാൻ പറയും, നീ നിന്ദ്യനായിട്ട് ജയിലിൽ പോകേണ്ടി വരും. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ തിന്മ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജയിലിൽ പോകുന്നതാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതായിരുന്നു. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്, വഅൈന ഹാദാ മിൻ സബ്രിഹി ഫിൽ ജുബ്ബി അലാ മാ ലൈസ മിൻ കസബിഹി, എന്നാൽ നിർബന്ധിത സാഹചര്യത്തിൽ പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോഴും അടിമയായി വിൽക്കപ്പെട്ടപ്പോഴും അതൊരു ക്ഷമിക്കേണ്ട, സബർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും കാല് തെറ്റിപ്പോകുന്ന, വഴുതി പോകുന്ന, എത്ര വലിയ മുത്തഖിയാണെങ്കിലും എത്ര വലിയ നല്ല മനുഷ്യനെങ്കിലും തെറ്റിലേക്ക് വഴുതി പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം കുതറിയോടി വാതിലുകൾ തുറന്നു. അല്ലാഹു തആല തുറന്നു കൊടുത്തു. യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ ക്ഷമിക്കുകയാണ്. ഈ സ്വബർ ഏറ്റവും വലിയ സ്വബറാണ്, ക്ഷമയാണ് എന്ന് മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾക്കുള്ള സാഹചര്യങ്ങൾ കുറവല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തെറ്റുകൾ നമ്മളെ മാടി വിളിക്കുകയാണ്. മുമ്പുള്ള കാലഘട്ടത്തേക്കാൾ കൂടുതൽ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുപാട് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കുണ്ടാകേണ്ട സ്വബർ, ഈമാൻ എന്ന് പറയുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈമാൻ ഈ കാലഘട്ടത്തില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്നു പോകും. ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു കിതാബുണ്ട്, തുരീഖുൽ ഹിജ്റത്തൈൻ. ആ കിതാബിൽ അദ്ദേഹം ഒരു ചാപ്റ്റർ കൊണ്ടുവരുന്നുണ്ട്. ആ ചാപ്റ്ററിൽ അദ്ദേഹം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഖാഇദത്തു സ്വബരി അനിൽ മഅസിയ, പാപങ്ങളിൽ ക്ഷമിക്കാൻ. ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഥവാ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഹറാമുകളിൽ നിന്ന് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ തന്നെ, ഫർളുകൾ മാത്രം ചെയ്ത് ജീവിച്ചു ഹറാമുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിന്നാൽ തന്നെ നമ്മൾ വിജയികളാണ്. നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല.
നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണമായ അനുഗ്രഹങ്ങളും വിജയവും തരും. ഹറാമ് മാറിയാൽ മതി. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള 10 മാർഗങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറയാണ്, ഇൽമുൽ അബ്ദി ബിഖുബ്ഹിഹാ വറദാലതിഹാ വദനാഅതിഹാ. തെറ്റിനെ കുറിച്ച് ചിന്ത വരുമ്പോൾ തന്നെ, തെറ്റിനെ കുറിച്ചുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ തന്നെ, ആ ചാൻസ് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, അറിയണം, ഈ തിന്മ എത്ര മോശമാണ്, എത്ര നിന്ദ്യമായ, നീചമായ, നികൃഷ്ടമായ, വൃത്തികേടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊരിക്കലും നമുക്ക് ഇസ്സത്ത് തരൂല. ഈ തിന്മ ഒരിക്കലും നമുക്ക് ദുനിയാവിൽ ഇസ്സത്ത് തരൂല, ആഖിറത്തിലും ഇസ്സത്ത് തരൂല. മറിച്ച് അതിന്റെ നേരെ ഓപ്പോസിറ്റായ ദില്ലത്ത് മാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഹറാമുകളൊക്കെ, അത് വ്യഭിചാരമാകട്ടെ, ബഡ്ഡി പലിശയാകട്ടെ, മറ്റുള്ള മുഴുവൻ തിന്മകളാകട്ടെ, അതൊക്കെ അല്ലാഹു നമുക്ക് ഹറാമാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? വനഹ അൻഹാ സിയാനതൻ വഹിമായതൻ അനിദ്ദനായ വറദാഇൽ. നമ്മൾ നീചന്മാരാകാതിരിക്കാൻ വേണ്ടി, നമ്മൾ ഏറ്റവും മോശപ്പെട്ട ആളുകളാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിന്മകളെ നമ്മൾ നിരോധിച്ചത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസ്സത്ത് ഉണ്ടാകാനാണ് അല്ലാഹു നിരോധിച്ചത്. കമാ യഹ്മിൽ വാലിദു ശഖീഖു വലദഹു അമ്മാ യളുറുഹു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ഉദാഹരണം പറയാണ്. നമ്മുടെ മക്കൾ പലപ്പോഴും ചിലപ്പോൾ അപകടമുള്ള സാധനങ്ങൾ എടുക്കും. തീക്കൊള്ളി എടുക്കുമ്പോൾ, കത്തി എടുക്കുമ്പോൾ നമുക്കറിയാം, ഇതുകൊണ്ട് എൻ്റെ മകൾ കളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് തീ പിടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവന്റെ അവയവം മുറിയാൻ സാധ്യതയുണ്ട്, കുത്തി മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പിടിച്ചു മേടിക്കും. കുട്ടി കരഞ്ഞാലും വാശി പിടിച്ചാലും നമ്മൾ അത് പിടിച്ചു മേടിക്കും. എന്തിനാണ് പിടിച്ചു മേടിക്കുന്നത്? അപകടം പറ്റാതിരിക്കാൻ. ഇതുപോലെ അല്ലാഹു ഒരു അനുകമ്പയുള്ള, സ്നേഹമുള്ള ഒരു പിതാവിനെ പോലെ നമ്മളോട് പറയാണ്, ചെയ്യരുതേ, അടുക്കരുതേ, വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തോട് അടുക്കരുതേ. ഓരോ തിന്മകളും എത്ര സ്നേഹത്തോടു കൂടിയാണ് അല്ലാഹു തആല പറയുന്നത്. അതിൽ പലപ്പോഴും താക്കീതുകൾ ഉണ്ടാകും. പാപങ്ങൾ വലുതാകുന്നതിനനുസരിച്ച് താക്കീതുകളുടെ ശക്തിയും കൂടും. എന്തിനാണ് ആ താക്കീതോടു കൂടി പറയുന്നത്, ശക്തമായ ഭാഷയിൽ പറയുന്നത്? നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ വാശി പിടിച്ച് ആ തെറ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു നമ്മൾക്ക് ആ തെറ്റുകൾ തടഞ്ഞ രീതി നമ്മൾ മനസ്സിലാക്കണം. സ്നേഹത്തോടെയും വലിയ ഗൗരവത്തോടും കൂടി അല്ലാഹു നമ്മളെ തടഞ്ഞു. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വഹാദ സബബ് യഹ്മിലുൽ ആഖില അലാ തർക്കിഹാ വലൗ ലം യുഅല്ലഖ അലൈഹാ വഈദുൻ ബിൽ അദാബ്. ഈ ഒരൊറ്റ കാരണം മതി, ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ചുള്ള താക്കീതുകൾ അവനെ പേടിപ്പെടുത്തുന്നതിനേക്കാൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ഒരു ചിന്ത മതി എന്നാണ്. എന്താണ് ചിന്ത? എൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകും, ഞാൻ വലിയ ദില്ലത്തിലാകും ദുനിയാവിലും ആഖിറത്തിലും. ഈ ഒരു ചിന്ത മതി മനുഷ്യൻ മുഴുവൻ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ. ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ശിക്ഷയുണ്ടാകും, ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷയാണ്. ഇതൊക്കെ ഹദീസിലും ഖുർആനിലും ഒക്കെ ഉണ്ട്. പക്ഷെ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ ചിന്ത മതി, എൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകും. എൻ്റെ ഇസ്സത്ത് ദുനിയാവിൽ നഷ്ടപ്പെടും, ആഖിറത്തിൽ നഷ്ടപ്പെടും. എങ്ങനെയാണ് ഇസ്സത്ത് നഷ്ടപ്പെടുക? ദുആക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആക്കളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദുആയാണ്, അല്ലാഹുവേ എൻ്റെ ആഖിബത്ത് നന്നാക്കി തരണേ. കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു, വഅജിർനാ മിൻ ഖിസ്യി ദുനിയ വഅദാബിൽ ആഖിറ. ദുനിയാവിന്റെ നിന്ദ്യതയിൽ നിന്നും ആഖിറത്തിന്റെ ശിക്ഷയിൽ നിന്നും നിന്ദ്യതയിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. നബി തങ്ങൾ ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ ദുനിയാവിൽ എന്നെ ദില്ലത്തിലാക്കല്ലേ, എന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കല്ലേ, ആളുകൾക്കിടയിൽ നാണം കെടുത്തുന്നവനാക്കല്ലേ. അപ്പോ ദുനിയാവിലെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? സമ്പത്ത് ഉണ്ടാകലാണോ, പവർ ഉണ്ടാകലാണോ? പക്ഷെ ഇതൊക്കെ തകർക്കാൻ വേണ്ടി അല്ലെ, ഒരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം നല്ലൊരു അധികാരത്തിലേക്ക് കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ മുഴുവൻ ഇസ്സത്ത് നഷ്ടപ്പെടുത്താൻ വേണ്ടി എന്താ ചെയ്യല്? നാണം കെട്ട പരിപാടി ചെയ്യാം, അദ്ദേഹത്തെ പെണ്ണ് കേസിൽ കൊടുക്കും, ഒരു തിന്മയിൽ കൊടുക്കും. എത്ര പവർ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇസ്സത്ത് നഷ്ടപ്പോയില്ലേ? നമ്മുടെ ദുനിയാവിലെ ഇസ്സത്ത്
നമ്മൾ ഈ കാണുന്ന അനുഗ്രഹങ്ങളും നിഅമത്തുകളൊന്നുമല്ല. അഭിമാനത്തോടു കൂടി തല ഉയർത്തിക്കൊണ്ട് നമ്മൾ അയൽവാസികളുടെ അടുക്കലൂടെ, കുടുംബക്കാർക്കിടയിലൂടെ, റോട്ടിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കലാണ് നമുക്ക് ലഭിക്കാവുന്ന ദുനിയാവിലെ ഇസ്സത്ത്. അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിയമുള്ളവരെ? അത് നമുക്ക് വരണ്ട, നമ്മുടെ മക്കൾക്ക് വന്നാൽ, നമ്മുടെ മാതാപിതാക്കൾക്ക് വന്നാൽ, നമ്മുടെ ഫാമിലിക്ക് വന്നാൽ, നമുക്ക് വരാത്ത ആ ദില്ലത്ത്, ഇത് എൻ്റെ മകനല്ലേ, എൻ്റെ വാപ്പാക്കല്ലേ, എൻ്റെ സഹോദരനല്ലേ എന്ന് വിചാരിച്ച് സമാധാനം അടയില്ല. അതിനേക്കാളും ടെൻഷൻ നമുക്കായിരിക്കും. നീ ഞങ്ങളുടെ കുടുംബത്തെ നാണം കെടുത്തി, ആ രീതിയിലായിരിക്കും നമ്മുടെ സംസാരം പോവുക. അതുകൊണ്ട് ഇസ്സത്ത് എന്ന് പറയുന്നത് സമ്പത്തല്ല, പവറല്ല, മറിച്ച് ഇസ്ലാമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവി, വിജയം വരിച്ചതിന് ശേഷം അവിടുത്തെ ചാവി മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അബൂ ഉബൈദുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒട്ടകപ്പുറത്തുണ്ട്. താഴെ ഇറങ്ങുന്നു, കാലിലുണ്ടായിരുന്ന ചെരുപ്പ് തോളിൽ തൂക്കുന്നു, ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ചുകൊണ്ട് അതിനെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ അടിമകളൊക്കെ ചെയ്യുന്ന പണി ചെയ്യോ? ഇതൊക്കെ നിങ്ങൾ വേറെ പണിക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തൂടെ? ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഇസ്സത്ത് ഉണ്ടാവുക? ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുക. നിങ്ങളൊരു രാജാവല്ലേ, ഒരു ഖലീഫയല്ലേ? ഉമർ റളിയല്ലാഹു തആല അൻഹു തിരിച്ചു പറയുന്നുണ്ട്, അബൂ ഉബൈദ, നീ അല്ലാത്ത വേറൊരാളാണിത് പറഞ്ഞതെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ മാതൃകാപരമായി ഞാൻ അവനെ ശിക്ഷിക്കും. പക്ഷേ നീ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇന്ന കുന്ന അദല്ല ഖൗമിൻ, നമ്മൾ ഏറ്റവും നിസാരന്മാരായ, നിന്ദന്മാരായ ഒരു വിഭാഗം ആളുകളായിരുന്നു, കാട്ടറബികളായിരുന്നു നാം. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഈ പദവിയും അധികാരവും ഇസ്സത്തൊക്കെ അല്ലാഹു തആല നമുക്ക് തന്നത് ഇസ്ലാമിലൂടെയാണ്, ദീനിലൂടെയാണ്. അപ്പൊ ഇസ്സത്ത് എന്ന് പറയുന്നത് ഇസ്ലാമാണ്, ദീനാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുറെ വാല്യൂസ് ആണ്, മൂല്യങ്ങളാണ്. എത്രയോ രാഷ്ട്രീയ പാർട്ടികളിൽ എന്ന് വോട്ട് മോഷ്ടിക്കും, എല്ലാ തരത്തിലുള്ള കളവ് നടത്തും, പവർ പിടിക്കാൻ വേണ്ടി, രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി. എന്ത് ഇസ്സത്താണ്, എന്ത് വിലയാണ് ജനങ്ങളുടെ മുന്നിൽ അവർക്കുള്ളത്? ഒരു പവർ കിട്ടാൻ, ഒരു അധികാരം കിട്ടാൻ, തന്റെ അഭിമാനത്തെ തുലച്ചു കളയുന്നതിനേക്കാളും വൃത്തികെട്ട വർഗം ഈ ലോകത്ത് കാണൂല. അങ്ങനെ കിട്ടുന്ന പവർ കൊണ്ട് എന്ത് ഇസ്സത്തുള്ള? ഞാൻ പരാജയപ്പെട്ടു, പക്ഷെ എല്ലാ അർത്ഥത്തിലും കള്ളവോട്ടുകൾ കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് പറയുമ്പോൾ വിജയത്തിന്റെ തിളക്കമാണ് ആ വിജയത്തിന് ഉണ്ടാവുക. അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് കള്ളത്തരത്തിലൂടെ വിജയിച്ചാലും ജനങ്ങൾക്കിടയിൽ ഒരു ഇസ്സത്തുണ്ടാവില്ല. വിജയിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് എല്ലാ കള്ളത്തരങ്ങളും ചെയ്യുകയും ചെയ്യും. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം നഷ്ടപ്പെടുത്തി കളയുന്നത്, അവനെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, ഒരാൾ അല്ലാഹു തആല ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ആദ്യം അല്ലാഹു ചെയ്യുക അവനെ കുറിച്ചുള്ള ബഹുമാനവും ഒക്കെ എടുത്തു കളയുന്നതാണ്. എത്ര പവർ ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര സൈന്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, ജനങ്ങൾക്കിടയിൽ ഒരു ബഹുമാനം, ഒരു അളുമത്ത്, ഒരു ഇസ്സത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കറി വേപ്പിലയുടെ വില ഉണ്ടാവില്ല, ഒരു കഴുതയുടെ വില മനസ്സിലുണ്ടാവില്ല. അവൻ എന്ത് ചെയ്താലും അത് വിമർശിക്കപ്പെടും. പിന്നെ പലരും സമ്പത്തിനു വേണ്ടിയും അതുപോലെ തന്നെ പല കാരണങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമെന്നല്ലാതെ മനസ്സിൽ വെറുപ്പല്ലാതെ ഒന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യനാക്കാൻ തീരുമാനിച്ചാൽ ആദ്യം എടുത്തു കളയുന്നത് ഈ ഇസ്സത്ത് അങ്ങ് നഷ്ടപ്പെടുത്തി കളയും, അവനെ ദില്ലത്തിലാക്കി കളയും. ഉമർ റളിയല്ലാഹു തആല അൻഹു, അതാണ് നമ്മളിപ്പോ ഖലീഫയാണ്, പക്ഷെ അല്ലാഹു നമുക്ക് ഇസ്സത്ത് തന്നിരിക്കുന്നത്, ഈ ഖിലാഫത്ത് തന്നിരിക്കുന്നത് ഇസ്ലാം കൊണ്ടാണ്, ദീൻ കൊണ്ടാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. അതല്ലാത്ത മാർഗത്തിലൂടെ നമ്മളെ ഇസ്സത്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതല്ലനല്ലാഹ്, അല്ലാഹു നമ്മളെ നിന്ദ്യനാക്കുമെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. പ്രിയമുള്ളവരെ, ദുനിയാവിലെ ദില്ലത്ത്, അഥവാ നമ്മൾ പാപത്തിലകപ്പെട്ടു, ജനങ്ങളൊക്കെ അറിഞ്ഞ് നാണക്കേടായി, നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയാൽ ദുനിയാവിൽ എല്ലാവരും കളിയാക്കിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ തൗബ ചെയ്തല്ലോ, നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ദ്യനാകാതിരുന്നാൽ മതി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ ദില്ലത്താകാതിരുന്നാൽ മതി. ഈ ലോകത്ത് വലിയ മാന്യനായി ജീവിച്ച് ലാ തകുൻ വലിയൻ
ലില്ലാഹി ഫിസ്സിർ, നീ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പിന്നെ ലാ തകുൻ വലിയൻ ലിശ്ശൈത്താനി ഫിൽ അലാനി, പിന്നെ ഫിസ്സിർ, നീ രഹസ്യ ജീവിതത്തിൽ ശൈത്താന്റെ സുഹൃത്തും പരസ്യ ജീവിതത്തിൽ പിന്നെ അള്ളാഹുവിന്റെ സുഹൃത്തും, അഥവാ പിന്നെ ശൈത്താൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ വലിയ മാന്യനായിട്ട് ജീവിക്കുന്ന ആളും ആകരുത് എന്ന് മഹാന്മാർ നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ രഹസ്യ ജീവിതം ശുദ്ധമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ നമുക്ക് ഇസ്സത്ത് ഉണ്ടാകണം. ആഖിറം എന്ന് പറയുന്നത് ചെറിയൊരു ലോകമല്ല, താൽക്കാലികമായ ലോകമല്ല, മറിച്ച് ഒരിക്കലും അവസാനിക്കാത്തൊരു ജീവിതമാണ്. മുസ്നദ് അഹ്മദിന്റെ റിപ്പോർട്ടിൽ ബനു കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ മക്കം ഫതഹിന്റെ സമയത്താണ് നമസ്കരിക്കുന്നത്. വലിയ വിജയം വരിച്ചിട്ട് ഒരു നാട്ടിലേക്ക് വലിയൊരു രാജാവിനെ പോലെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഇസ്സത്തോടു കൂടി ഉണ്ടായിരിക്കുന്ന സമയത്ത് നബിതങ്ങൾ ചെയ്ത പ്രാർത്ഥന എന്താണെന്നറിയോ? അല്ലാഹുമ്മ ലാ തുഖ്സിനി യൗമൽ ഖിയാമ, അല്ലാഹുവേ നാളെ ഖിയാമത്ത് നാളിൽ എന്നെ നീ ദില്ലത്തിലാക്കല്ലേ, എന്നെ നാണക്കേടിലാക്കല്ലേ, എന്നെ നിസാരനാക്കല്ലേ. ഏത് സമയത്താണ് നബിതങ്ങൾ ദുആ ചെയ്യുന്നത്? ആ തന്നെ ആട്ടിയോടിച്ച, അഥവാ എല്ലാ അർത്ഥത്തിലും പരിഹസിക്കുകയും കളിയാക്കുകയും ആട്ടിയോടിക്കുകയും ചെയ്ത ഒരു രാജ്യത്ത് തിരിച്ച് പരിപൂർണമായ ഇസ്സത്ത് ലഭിക്കുമ്പോൾ നബിതങ്ങളുടെ ദുആ എന്താണ്? അല്ലാഹുവേ ആഖിറത്തിൽ എന്നെ ദില്ലത്തിലാക്കല്ലേ, എനിക്ക് നീ ആഖിറത്തിൽ ഇസ്സത്ത് തരണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ദുആ ചെയ്യുന്നുണ്ട്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, എല്ലാവരും നാളെ മഹ്ശറയിലേക്ക് എഴുന്നേറ്റ് പോകുന്ന ദിവസം പടച്ചവനെ എന്നെ നീ നിന്ദ്യനാക്കല്ലേ അല്ലാഹ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അന്ന് കോടതിയിൽ ഞാൻ പ്രതിയാണെങ്കിൽ, കുറ്റക്കാരനാണെങ്കിൽ എൻ്റെ സമ്പത്ത് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്നത് നടക്കും. ഇന്ന് എന്ത് തെറ്റ് ചെയ്താലും ചിലപ്പോൾ സമ്പത്തുണ്ടെങ്കിൽ പവർ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കും, പക്ഷെ നാളെ അത് നടക്കൂല പടച്ചവനെ. അതുകൊണ്ട് നാളെ നീ എന്നെ ദില്ലത്തിലാക്കല്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് കിടന്നും ഇരുന്നും നടന്നുമൊക്കെ ചിന്തിക്കുന്ന മുത്തഖീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ദുആയിൽ അവർ പറയുന്നുണ്ട്, റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത, നീ തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നവരായ ആളുകൾ, അവർ നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ നീ നിന്ദ്യരാക്കി. നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് വലിയ അദാബാണ്. അതിനേക്കാളും വലിയ അദാബാണ് നമ്മുടെ ഇത്രയും നാൾ വലിയ ഇസ്സത്തോടു കൂടി ജീവിച്ച ഒരു മാന്യനായിട്ട് ജീവിച്ചിട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ നിസാരനായി നീ വലിയ പകൽമാന്യനായിരുന്നു അല്ലേ, അങ്ങനെ ദില്ലത്തിലായിട്ട് നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ. എന്നിട്ട് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ വലാ തുഖ്സിന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ ദില്ലത്തിലാക്കല്ലേ. പ്രവാചകന്മാരൊക്കെ ഈ ദുആ ചെയ്യാനുള്ള കാരണം എന്താ? പരലോകത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുമെന്നാണ്. യൗമത് തഗാബുൻ, ദാലിക യൗമത് തഗാബുൻ, അഥവാ നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണ് നാളെ പരലോകം എന്ന് പറയുന്നത്. നമ്മുടെ ഫാമിലിയിൽ നിന്നും ആരെങ്കിലും നമ്മൾ സ്വർഗത്തിലേക്ക് പോയി, നമ്മൾ സ്വർഗത്തിൽ പോയി അൽഹംദുലില്ലാ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ നരകത്തിലേക്ക് പോയാലുള്ള അവസ്ഥ എന്താ? ദുനിയാവിൽ തന്നെ ദില്ലത്തിലാകുമ്പോൾ നമ്മൾക്ക് വേദന ഉണ്ടാകുമെങ്കിൽ നാളെ പരലോകത്ത് ദില്ലത്തിലായുള്ള അവസ്ഥ എന്താ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ബുഖാരി മുസ്ലിമിൽ കാണാൻ സാധിക്കും. നാളെ പരലോകത്തെത്തുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാപ്പ ആസറിനെ നരകത്തിലേക്ക് കൊണ്ടുപോകും. ആസറിൻ്റെ മുഖത്ത് കറുത്തിരുണ്ടിട്ടുണ്ടാകും, പൊടിപടലങ്ങൾ ഉണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ ഉപ്പയോട് പറയും പരലോകത്ത് വെച്ച്, അലം അഖുല്ലക ലാ തഅസിനി, ഉപ്പ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വാക്ക് കേൾക്കാൻ, ശിർക്ക് വെക്കാതിരിക്കാൻ. ഉപ്പക്ക് മനസ്സിലാകും. ഉപ്പ പറയും ഫൽയൗമ ലാ അഅസിക്, മോനെ ഞാൻ നരകത്തിലേക്ക് പോവാണ്, ഇന്ന് ഞാൻ നിന്റെ വാക്ക് കേൾക്കാതിരിക്കൂല, അനുസരിക്കും, ഞാൻ നിന്നെ ഇന്ന് അനുസരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ റബ്ബ് ഇന്നക വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം തന്നതാണല്ലോ ഖിയാമത്ത് നാളിൽ എന്നെ നിന്ദ്യരാക്കൂല എന്ന്, എന്നെ നാണം കെടുത്തുകയില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നതാണ്. ഫഅയ്യു ഖിസിയിൻ അഖ്സാ മിൻ അബി അൽ അബ്അദ്, ഈ പരലോകത്ത് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നാണക്കേട്, ഏറ്റവും വലിയ ദില്ലത്ത് എൻ്റെ വാപ്പ എന്നിൽ നിന്നും വിദൂരത്തേക്ക് നരകത്തിലേക്ക് ഇടപെടുന്നതാണ്. എൻ്റെ വാപ്പ നരകത്തിലാണ്, ഇതിനേക്കാളും വലിയ ദില്ലത്ത് എനിക്ക് വരാനുണ്ടോ? ഒരു പ്രവാചകൻ, അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഞാൻ, എൻ്റെ വാപ്പ നരകത്തില്.
ഞാൻ സ്വർഗത്തിൽ, ഇതിനേക്കാൾ വലിയ ദില്ലത്ത് എന്താണുള്ളത്? ബുഖാരിയുടെ ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിമെ, കാഫിരീങ്ങൾക്ക് ഞാൻ സ്വർഗം ഹറാമാക്കിയിരിക്കുകയാണ്, തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും, ഇബ്രാഹിം, നീ നിന്റെ താഴ്ഭാഗത്തേക്ക് നോക്ക്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നോക്കുമ്പോൾ ഒരു കഴുതപ്പുലി, ഹയ്യീന എന്നാണ് പറയാ, വികൃതമായ ചെളി പുരണ്ട ദുർഗന്ധമുള്ള ഒരു മൃഗമാണ് ഹയ്യീന, കഴുതപ്പുലി എന്നാണ് പറയാ. അതിനെ തൻ്റെ കാലിൻ്റെ അടിയിൽ കാണാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറപ്പോടുകൂടി ആ കഴുതപ്പുലിയെ നരകത്തിലേക്ക് വലിച്ചെറിയും. ഉലമാക്കൾ പറയുന്നുണ്ട്, ആസറായിരുന്നു അത്. അള്ളാഹു തആല കോലം മാറ്റിമറിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിൽ വേദന ഇല്ലാതിരിക്കാൻ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ബുഖാരിയുടെ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ നിന്നും ആ ഒരു വേദന നീങ്ങാതിരിക്കാൻ, നരകത്തിൽ തന്റെ വാപ്പയുടെ മുഖം കാണാതിരിക്കാൻ ആ വാപ്പയുടെ കോലം തന്നെ മറിച്ചുകൊണ്ട് നരകത്തിലേക്ക് ഇട്ടുന്നാണ്. ഫയകൂന ഫീഹി ഗലാലത്തുൻ അലാ ഇബ്രാഹിം. കാരണം ആ കോലത്തിൽ വാപ്പ നരകത്തിലേക്ക് കടക്കുന്നത് കണ്ടാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അത് ഇഹാനത്താണ്, നിന്ദ്യതയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ചെയ്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഫാമിലിയിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കൾ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ ശിക്ഷ മറ്റൊന്നാണ്. അതിനേക്കാൾ വലിയ നിന്ദ്യത, നമ്മൾ സ്വർഗത്തിലേക്ക് പോയാൽ എൻ്റെ ഉപ്പ സ്വർഗത്തിലെത്തിയില്ലല്ലോ, എൻ്റെ മക്കൾ സ്വർഗത്തിലെത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ദുആ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മൂല്യങ്ങൾ, അല്ലെ, വഹയ്യ് ലഭിച്ച ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു വന്നപ്പോൾ ഖദീജ ബീവി പറഞ്ഞു, അള്ളാഹു താങ്കളെ നിന്ദ്യനാക്കൂല, നാണം കെടുത്തൂല. കാരണം താങ്കൾ ആരാണ്? താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, താങ്കൾ പാവപ്പെട്ടവർക്ക് സഹായിക്കുന്നവരാണ്, അതിഥികളെ സൽക്കരിക്കുന്നവനാണ്. ഈ ക്വാളിറ്റീസ്, ഈ വാല്യൂസ്, മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ദില്ലത്തിലാക്കുകയില്ല. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പാപങ്ങൾ നമ്മൾ പരസ്യമാക്കാതിരിക്കുക. അങ്ങനെ പരസ്യമാക്കി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ആ പാപങ്ങൾ അല്ലാഹു തആല തുറന്നു കാണിക്കുന്നുള്ളതാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ പാപങ്ങൾ മറക്കുന്നത് പോലെ തന്നെ നമ്മുടെ സഹോദരന്റെ പാപങ്ങൾ നമ്മൾ മറച്ചു വെക്കണം. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു തആല തുറന്നു കാണിക്കും. ഈ ലോകത്ത് നമ്മുടെ സഹോദരനെ നാണക്കേടിലാക്കിയതുപോലെ അവൻ്റെ അയ്ബുകളും ന്യൂനതകളും നമ്മൾ പറഞ്ഞു നടന്നാൽ നാളെ പരലോകത്ത് നമ്മുടെ അയ്ബും നമ്മുടെ ന്യൂനതകളും പരസ്യമായിട്ട് കൊണ്ടുവരുന്ന. അതുകൊണ്ട് നാളെ പരലോകത്ത് നിന്ദ്യതയിലാകാതിരിക്കാൻ നമ്മുടെ തെറ്റുകൾ നമ്മൾ പരസ്യമാക്കാതിരിക്കുക. സോഷ്യൽ മീഡിയകളിൽ, ഫേസ്ബുക്കൊക്കെ ഇന്ന് അതാണ്, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഇങ്ങനെ പരസ്യം ചെയ്യും. ഇസ്സത്തോടുകൂടി ചെയ്യാതിരിക്കുക, അത് പൊറുക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അയ്ബുകളും കുറവുകളും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വിളമ്പാതിരിക്കുക. നാളെ പരലോകത്ത് നമ്മൾ നിന്ദ്യരായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിന്ദ്യതയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ തലയെടുപ്പോടുകൂടി ഇസ്സത്തോടുകൂടി ജീവിക്കാനും നാളെ മരിച്ച് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് ഇസ്സത്തുള്ളവരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അഭിമാനത്തോടു കൂടി നാളെ മഹ്ശറയിൽ നിൽക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ ഫാമിലിക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.